എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ ആഷിഖ് സാറേ? ഓക്കെ. സൗണ്ട് ഓക്കെ ആണല്ലോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു എല്ലാവർക്കും ഇന്നത്തെ സൺഡേ സൂമിലേക്ക് വളരെ വളരെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ പ്രോഗ്രാമിൽ കയറിക്കൊണ്ടിരിക്കുന്നു. പുതിയ ഒരുപാട് ആളുകളുടെ നിലവിൽ നമ്മുടെ മണിരായ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. എല്ലാ സൺഡേയിലും നമ്മൾ മണിരായ മാർക്കറ്റിംഗിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. ഒട്ടനവധി ആളുകൾക്ക് ഈ ഒരു ഉൽപ്പന്നം എത്രത്തോളം ഗുണകരമാണ്, അത് എത്രത്തോളം ആവശ്യകതയുണ്ട് എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ഈ സൂമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു സെഷനിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പൊ എന്താണ് മണിരായ എന്ന് പറയുന്ന കമ്പനി? ഈ കമ്പനി നമുക്ക് തരുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, ആ ഉൽപ്പന്നങ്ങളുടെ സവിശേഷത എന്താണ്, അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആഷിഖ് സാർ എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് രാധാകൃഷ്ണൻ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് സ്വദേശം. ഞാൻ 10 വർഷക്കാലം ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും 14 വർഷക്കാലം ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിലും വർക്ക് ചെയ്തു. കഴിഞ്ഞ 3 വർഷമായിട്ട് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തുകയും ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ആരോഗ്യകരമായിട്ട് ഗുണങ്ങൾ തരുന്നു, പ്രത്യേകിച്ച് പ്രകൃതിദത്തമായിട്ട് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങൾ തരുന്നു എന്ന് മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും സാധ്യമായി. അതിന്റെ ഒരു പ്രചാരകരിൽ ഒരാളായിട്ട് മാറാൻ ഇന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നമ്മുടെ ഉൽപ്പന്നത്തിന്റെ സവിശേഷത ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ആശയത്തെ കൂടുതൽ മനസ്സിലാക്കാൻ, പഠിക്കാൻ, അതിന്റെ ആഴത്തിലേക്ക് ചെല്ലാൻ, അതുണ്ടാക്കുന്ന നന്മകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞ 3 വർഷങ്ങൾ ഉപകരിച്ചു. അപ്പൊ ഇന്നത്തെ ഈ സൺഡേ സൂമിൽ നമ്മൾ മണിരായ മാർക്കറ്റിംഗിന്റെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ ഉപരിയായിട്ട് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും ലാസ്റ്റ് നമ്മൾ സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും വീക്ഷിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അത് ഒരുപാട് നന്മകൾ ചെയ്യും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം, കഴിഞ്ഞ 28 വർഷത്തിലധികമായിട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ എനിക്ക് പറയാൻ കഴിയും, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് സ്വന്തം ആരോഗ്യമാണ് എന്ന് പറയാൻ കഴിയും. അപ്പൊ ആരോഗ്യത്തിന് അത്രത്തോളം പ്രസക്തിയുണ്ട്. നഷ്ടപ്പെടാൻ എളുപ്പവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്, ഒരു ആശയമാണ്, ഒരു സ്ഥിതിയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യം എങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റും, അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സൂമിലൂടെ നമ്മൾ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ജനത വളരട്ടെ, ജീവിതം സന്തോഷപ്രദകരമാകട്ടെ, ജീവിതം സമൃദ്ധപരമായിട്ട് മാറട്ടെ. അതിനൊക്കെ നമുക്ക് ഈ ഉൽപ്പന്നം സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോ നമ്മുടെ കമ്പനി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വഴി, വെൽനെസ്സിലേക്കുള്ള ഒരു വഴിയാണ് നമുക്ക് തരുന്നത്. വെൽനെസ് എന്ന് പറയുന്നത് ഒരു ആശയമാണ്, സിദ്ധാന്തമാണ്, ഒരു ജീവിത ശൈലിയാണ്, ജീവിത രീതിയാണ് വെൽനെസ് എന്ന് പറയുന്നത്. ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ, രോഗങ്ങളെ വരാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാ സോഴ്സുകളെയും ഉപയോഗപ്പെടുത്തുന്ന സിദ്ധാന്തത്തെയാണ് വെൽനെസ് എന്ന് പറയുന്നത്. ഇത് മാനവരാശിയുടെ തുടക്കം മുതൽ തന്നെ വെൽനെസ് എന്ന് പറയുന്ന ആശയം നമ്മുടെ കൂടെ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇൻഡസ്ട്രിക്കകത്ത് കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, മനുഷ്യൻ ഒരുപാട് പുരോഗമനത്തിലേക്ക് വന്നപ്പോൾ, വെൽനെസ് എന്ന് പറയുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ആശയത്തിലേക്ക് അതിനെ ഇൻഡസ്ട്രിയൽ വൽക്കരിച്ചപ്പോൾ, അതിലേക്ക് മൂലധന നിക്ഷേപം നടത്തിയപ്പോൾ അത് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് തുറന്നു കൊടുത്തു, വഴിവെച്ചു കൊടുത്തു. അതാണ് ഇൽനെസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വെൽനെസ് ഇൻഡസ്ട്രിയും ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഇൽനെസ് ഇൻഡസ്ട്രിയും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൽനെസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ രോഗം വന്നതിന് ശേഷം നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെയാണ് ഇൽനെസ് ഇൻഡസ്ട്രി. ഒരു രോഗം വന്നതിന് ശേഷം നമ്മൾ ചികിത്സിക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു ഇത്യാദി തുടങ്ങുന്ന സംവിധാനങ്ങളെ മുഴുവനും നമുക്ക് ഇൽനെസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റാം. വെൽനെസ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക, രോഗങ്ങൾ ഇല്ലാതെ അവലംബിക്കേണ്ടതായിട്ടുള്ള രീതികൾ, മര്യാദകൾ, സിസ്റ്റങ്ങൾ, ഇതാണ് വെൽനെസ് എന്ന് പറയുന്ന സിദ്ധാന്തം നമുക്ക് തരുന്നത്.
എന്നാൽ 1970-കൾക്ക് ശേഷം വെൽനസ് എന്ന് പറയുന്ന ആശയത്തിന് ലോകമെമ്പാടും വലിയ പ്രചാരം നേടി. ഇന്ന് വെൽനസിന്റെ ആ സിദ്ധാന്തം ലോകത്തിൽ കോടാനുകോടി ആളുകൾ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മണിരായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. വെൽനസിലൂടെ ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുക, ഹെൽത്ത് കൊടുക്കുക, വെൽനസ് എന്ന് പറയുന്ന സൗഖ്യ സിദ്ധാന്തത്തെ മുറുകെ പിടിക്കുക. ആരോഗ്യവും വെൽനസ്സും സൗഖ്യവും രണ്ടും ഒരുമിച്ച് നിൽക്കേണ്ട പരസ്പര പൂരകങ്ങളായിട്ടുള്ള രണ്ട് ആശയങ്ങളാണ്. നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ വളരെ ഹാപ്പി ആയിരിക്കും, സന്തോഷവാനായിരിക്കും. സൗഖ്യം എന്ന് പറയുന്നത് കുറെ ഘടകങ്ങൾ കൂടിച്ചേരുന്നതാണ്. സൗഖ്യവും കൂടി ഉണ്ടാകുമ്പോൾ ഈ ജീവിതത്തിന് ഒരു പുതിയ തലവും മാനവും പുതിയ നിറങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ആശയം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആണ് എന്നിലും നിങ്ങളിലും ഒക്കെ തന്നെ നിക്ഷിപ്തമായിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വെൽനസിനെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു ക്യാപ്ഷൻ എനിക്ക് കിട്ടുകയുണ്ടായി. അത് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു ക്യാപ്ഷനാണിത്. എന്ന് പറഞ്ഞാൽ വെൽനസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളത് എന്തിന് വെൽനസിന്റെ ഭാഗം നിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ഡോണ്ട് മേക്ക് ടൈം ഫോർ യുവർ വെൽനസിന് വേണ്ടി നമ്മൾ ആ സൗഖ്യ സിദ്ധാന്തത്തിന് വേണ്ടി, സൗഖ്യ ജീവിതത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ യു വിൽ ബി ഫോഴ്സ്ഡ് ടു മേക്ക് ടൈം ഫോർ യുവർ ഇൽനെസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നാളത്തെ ഒരു ജീവിതം, നാളത്തെ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ഇന്ന് നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നാളെ ഇൽനെസ്സിലേക്ക് പോകും, രോഗാവസ്ഥയിലേക്ക് പോകും, നമുക്ക് സുഖകരമല്ലാത്ത അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഇത് സിദ്ധാന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെൽനസിന്റെ പാർട്ടാകുമ്പോൾ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 19-ാം നൂറ്റാണ്ടിലെ അറിയപ്പെടുന്ന പ്രഭാഷകനും അതുപോലെ തന്നെ കൊമേഡിയനുമായിട്ടുള്ള ഹാസ്യ സാമ്രാട്ടുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോഷ് ബില്ലിങ്സ് എന്ന് തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ഹെൻറി വീലർ ഷോ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വാചകമുണ്ട്. ഹെൽത്ത് ഈസ് ലൈക്ക് മണി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആരോഗ്യം പൈസയെ പോലെയാണ് എന്ന് പറയാനുള്ള കാരണം, വി നെവർ ഹാവ് എ ട്രൂ ഐഡിയ ഓഫ് ഇറ്റ്സ് വാല്യൂ അൺടിൽ വി ലോസ് ഇറ്റ്. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ പണം നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, പ്രയാസം. പണം നഷ്ടപ്പെടുമ്പോൾ ആ പണത്തിന്റെ മൂല്യം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അതുപോലെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ളതല്ല, നഷ്ടപ്പെടുത്താനുള്ളതല്ല. ആരോഗ്യത്തെ പരിരക്ഷിക്കേണ്ടതാണ്. അതിന് നമ്മൾ കുറച്ച് വഴികൾ, കുറച്ച് പാത്വേകളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് വെൽനസ് എന്ന് പറയുന്ന ആശയം. അത് പ്രചാരത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് മണിരായ മാർക്കറ്റിംഗ് കമ്പനിയിലൂടെ നമ്മൾ പഠിക്കുന്നതും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു കാര്യമുണ്ട്. കേവലം ഒരു രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നത്, രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നത്, മറിച്ച് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ കൂടെ സോഷ്യൽ കൂടിയായിട്ടുള്ള ഒരു വെൽബീയിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ആരോഗ്യം എന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ. ഞാനേ ഇതിന്റെ ഇടയിൽ ചില ആളുകൾ ഇങ്ങനെ വരയ്ക്കാനുള്ള ടെൻഡൻസി ഉള്ള ആളുകളുണ്ട്. അപ്പൊ അവരെ നമ്മളൊന്ന് അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്തതാണ്. ഓക്കെ, അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ കേവലം രോഗമില്ലാത്തൊരവസ്ഥ അല്ല ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, അതിൽ കൂടെ നമുക്ക് സ്പിരിച്വൽ, അതുപോലെ തന്നെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ, ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരവസ്ഥയാണ് സത്യത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് മണിരായ നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. വെൽനസിനെ കുറിച്ചിട്ട് പോൾസൺ പിൽസർ എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം 2-3 പുസ്തകങ്ങളിലൂടെയൊക്കെ തന്നെ, പുസ്തക രചനയിലൂടെ ലോകം മുഴുവനും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. കൂടാതെ മൾട്ടി മില്യണർ എന്റർപ്രണർ ആണ് അദ്ദേഹം. അതുകൂടാതെ 2 US പ്രസിഡന്റുമാരുടെ എക്കണോമിക് അഡ്വൈസർ ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു നിയോഗം കിട്ടിയ വ്യക്തി കൂടിയാണ് പോൾസൺ പിൽസർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ വളരെ
പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ്. അതിന്റെ പേര് ദ വെൽനസ് റെവല്യൂഷൻ എന്നുള്ളതാണ്. അപ്പൊ വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വെൽനസ് എന്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം, എന്താണ് വെൽനസ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെ സവിസ്തരം അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു വെൽനസ് ബിസിനസ്. വെൽനസ് എന്ന് പറയുന്ന ഈ ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അടുത്ത കാലഘട്ടത്തിലെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലെ $1 ട്രില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷം കോടി ഡോളർ ഇൻഡസ്ട്രി ആയിട്ട് വളരാൻ പോകുന്ന ഒരു മേഖലയാണ് വെൽനസ് എന്ന് അദ്ദേഹം വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AJ റബ്ബ് മത്തേരി എന്ന് പറയുന്ന ഒരു കനേഡിയൻ പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട്. കാര്യം എന്താണെങ്കിൽ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള കുറച്ച് കോട്ടിങ്സ് ഒക്കെ നമ്മൾ ഒന്ന് ഇടയ്ക്ക് കേൾക്കുന്നത് നല്ലതാണ്. കാര്യം ഈ ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു സോ മെനി പീപ്പിൾ സ്പെൻഡ് ദെയർ ഹെൽത്ത് ഗെയിനിങ് വെൽത്ത് ആൻഡ് ദെൻ ഹാവ് ടു സ്പെൻഡ് ദെയർ വെൽത്ത് ടു റീഗെയിൻ ദെയർ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആരോഗ്യം നോക്കാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ. ലോകത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ആരോഗ്യത്തെ കുറിച്ചിട്ട് പറയാനും കേൾക്കാനും മനസ്സിലാക്കാനൊന്നും സമയം കണ്ടെത്താറില്ല. അതൊക്കെ ഒരു സെക്കൻഡറി ആയിട്ട് കാണുന്നു. പക്ഷെ അത് ശ്രദ്ധിക്കാതെ പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഫലത്തിൽ എന്ത് സംഭവിക്കുന്നു, കുറച്ച് കഴിയുന്ന സമയത്ത് ആരോഗ്യം ക്ഷയിക്കുന്നു. നമുക്കറിയാൻ പറ്റും. നമ്മള് ഓരോ ദിവസം കഴിയും തോറും പ്രത്യേകിച്ച് ഒരു 40 ഒക്കെ കഴിയും തോറും പിന്നീട് നമ്മുടെ ആരോഗ്യത്തിന് ഗ്രോത്ത് അല്ല ഉണ്ടാകുന്നത്, പിന്നെ അതിന് ഡീഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. അവിടെ പിന്നെ നമുക്ക് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടാകുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഫങ്ഷനുകളൊക്കെ അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യം നോക്കാതെ നമ്മൾ പണത്തിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പൈസ മുഴുവനും തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് കുറെ ആളുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതൊരു സാക്ഷ്യമാണ്. ഒരുപാട് ആളുകൾ തെളിവുകളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കൽ ഒരു വക്കീൽ പറയേണ്ടായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ കറുത്ത കോട്ടിട്ട് ഉണ്ടാക്കിയ പണമല്ല വെളുത്ത കോട്ടിട്ട ആളുകൾ കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു ആത്മകഥം പറഞ്ഞതാണ്. അതിൽ കുറെ കാര്യങ്ങളും അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ എന്തായിക്കോട്ടെ, ആ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് കൊണ്ടുപോകുവാൻ വലിയൊരു ഇൻഡസ്ട്രി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തൊക്കെ ചോർന്നു പോകാൻ വളരെ എളുപ്പമാണ്. തിരുവനന്തപുരത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള MP ശശി തരൂർ സാർ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ ദാരിദ്ര്യത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്നാണ് പറയുന്നത്. ഒരു രോഗം മതി ഒരു മനുഷ്യനെ ദരിദ്രനാക്കാൻ. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ദാരിദ്ര്യം മാത്രമായിട്ട് കാണണ്ട കേട്ടോ. അതൊരു വലിയ ഘടകമാണ്. സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടാകും രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ മനസ്സിന് ദാരിദ്ര്യം വരും, കുടുംബത്തിന് ദാരിദ്ര്യം വരും, സന്തോഷത്തിന് ദാരിദ്ര്യം വരും, നമ്മുടെ എല്ലാ ജീവിത സുഖങ്ങൾക്കും ദാരിദ്ര്യം വരും എന്നുള്ളതാണ്. അപ്പോ ആരോഗ്യത്തോടുകൂടി ഇരിക്കുക എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും സവിശേഷമായിട്ടുള്ള, ഏറ്റവും മഹത്വവൽക്കരിക്കാൻ കഴിയുന്ന അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മണിരായ എന്ന് പറയുന്ന കമ്പനി ഫാസ്റ്റ് ഗ്രോവിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾ, വെൽനസിന്റെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ള ശ്രേണിയിലുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്പർശിച്ചു പോകുന്ന ആവശ്യമുള്ള അല്ലെങ്കിൽ പലപ്പോഴും അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് മണിരായ എന്ന് പറയുന്നത് നമ്മുടെ ഈ കമ്പനിക്ക് 2 കാര്യങ്ങളാണ് നമ്മുടെ കമ്പനി എപ്പോഴും അഷ്വർ ചെയ്യുന്നത്. ഒന്ന്, കമ്പനിയുടെ ലോയൽറ്റി ആൻഡ് ലീഗാലിറ്റി. അപ്പൊ ലോയൽറ്റിയും ലീഗാലിറ്റിയും നമ്മുടെ കമ്പനി അത് കൃത്യമായിട്ട് അത് സൂക്ഷ്മതയോടുകൂടി അത് കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ ലീഗൽ സർട്ടിഫിക്കേഷനുകൾ നമ്മുടെ കമ്പനി നേടിക്കഴിഞ്ഞു. ഇന്ന് കേന്ദ്ര സർക്കാർ, അതാത് സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ തന്നെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് കൃത്യമായിട്ടുള്ള നിഷ്കർഷം കൊടുത്തിട്ടുണ്ട്, നിയമം കൊടുത്തിട്ടുണ്ട്. ആ നിയമങ്ങളിൽ നിന്നുകൊണ്ട് വളരെ ലീഗലായിട്ട് 100% ലീഗൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2024 മെയ് മാസം 1-ാം തീയതി മണിരായ മാർക്കറ്റിംഗ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആദ്യത്തെ വർഷം നമ്മുടെ കമ്പനിക്ക് 5 കോടിയുടെ ടേൺ ഓവർ ആണ് ഉണ്ടാക്കിയെടുത്തത്. ആ 5 കോടിയിലെ 2.5 കോടി രൂപയും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന ആളുകൾ ഈ ഒരു ആശയം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മാത്രം അവർക്ക്
കമ്പനി കമ്മീഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു വർഷത്തിൽ തന്നെ 175 പരം ലാഖ്പതീസിനെ സൃഷ്ടിക്കാൻ നമ്മുടെ കമ്പനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ 2 വളരെ പ്രധാനപ്പെട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള 2 അവാർഡുകൾ നമ്മുടെ കമ്പനിക്ക് കിട്ടുണ്ടായി. 2024 ആ 2 അവാർഡും മേടിച്ചു. അതിലൊന്ന് ബെസ്റ്റ് ആയുർവേദിക് സ്റ്റാർട്ടപ്പ് ഓഫ് 2024 എന്ന് പറയുന്ന നെറ്റ്വർക്ക് എക്സ്പ്രസിന്റെ ഒരു അവാർഡാണെങ്കിൽ, വേറെ IIB-യുടെ ഒരു അവാർഡ് കിട്ടുണ്ടായി. അത് ബെസ്റ്റ് ചേഞ്ച് മേക്കർ ഇൻ കോർപ്പറേറ്റ് ബിസിനസ് സെക്ടർ എന്ന് പറയുന്ന ആ ഒരു സംഭാവനയ്ക്ക്, ആ ഒരു മേഖലയ്ക്കാണ് ആ ഒരു അവാർഡ് കിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട 2 അവാർഡുകൾ കിട്ടി. കമ്പനി നയിച്ചുകൊണ്ടിരിക്കുന്നത് നിതിൻ മഞ്ചപ്പ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പേഴ്സണലായിട്ട് സംസാരിക്കാനും പരിചയപ്പെടാനും അദ്ദേഹമായിട്ട് ദീർഘസമയം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനും ഒക്കെ ഒരു അനുഭവം ഞാൻ. വളരെ നല്ല കാഴ്ചപ്പാടുള്ള, ദീർഘവീക്ഷണമുള്ള ഒരു സംരംഭത്തെ എങ്ങനെ അതിന്റെ മികച്ച രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് നിതിൻ മഞ്ചപ്പ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 2 മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം തെളിയിച്ചു, ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, അദ്ദേഹം IT മേഖലയിൽ അദ്ദേഹം ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ട് അദ്ദേഹം ആ മേഖലയെ കൊണ്ടുപോകുന്നു. IT മേഖലയിൽ അദ്ദേഹത്തിന് ഒരുപാട് വർഷക്കാലത്തെ പ്രവർത്തന പരിചയവും പ്രാവീണ്യവും ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു കാൽവെപ്പ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൃത്യമായ ഒരു മുദ്ര ചാർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചു. ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കുറിച്ച്, അതിൽ വിജയിച്ച കമ്പനികൾ, പരാജയപ്പെട്ട കമ്പനികൾ, അങ്ങനെ എല്ലാ കമ്പനികളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രീതിയിൽ അതിന്റെ പ്ലാനിനെ സ്ട്രക്ചറൈസ് ചെയ്തുകൊണ്ട് ഒരാൾക്കും കോപ്പി അടിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഇതിൽ കടന്നു വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഏറ്റവും മികച്ച രൂപത്തിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിൽ അതിനെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ബിസിനസ് പ്ലാനും ഏറ്റവും മനോഹരമായ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയും ഏറ്റവും നല്ല രൂപത്തിൽ മാനേജ്മെന്റിനെ കൊണ്ടുപോകുന്നതിലും ഒക്കെ തന്നെ അദ്ദേഹം അതിന്റെ കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് നിൽക്കുമ്പോൾ, അതിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം വിഭാവനം ചെയ്യുന്ന വളരെ ഉദാത്തമായിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 9-ാം തീയതി നമുക്കറിയാൻ പറ്റും, തൃശ്ശൂരിൽ നമ്മുടെ കേരളത്തിലെ ലോഞ്ചിങ് പ്രോഗ്രാം നടന്ന സമയത്ത് അദ്ദേഹം 1 മണിക്കൂർ സംസാരിക്കേണ്ടായി. ആ സംസാരത്തിൽ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിന്റെ ആ ഒരു മനോഹാരിത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള നേരിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന, അദ്ദേഹം കാണുന്ന, ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പോകുന്ന പ്രോജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം കിട്ടിയപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് എത്രത്തോളം ഈ ഇൻഡസ്ട്രിയോട് പാഷൻ ഉണ്ട്, ഈ ഇൻഡസ്ട്രി എത്രത്തോളം ഇന്ത്യയുടെ നെറുകിലെത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2047 ആകുമ്പോഴേക്കും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒരു വികസിത രാജ്യമായിട്ട് മാറുമ്പോൾ ഇന്ത്യയിലുള്ള സാധാരണപ്പെട്ട വ്യക്തികൾക്കെല്ലാം തന്നെ വലിയ അവസരങ്ങൾ കൊടുത്തുകൊണ്ട്, സാമ്പത്തികമായും ആരോഗ്യമായിട്ടുള്ള അഭിവൃദ്ധി കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ കൃത്യമായിട്ടുള്ള ഒരു മുദ്രണം ചാർത്തുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നിതിൻ മഞ്ചപ്പ സാറാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള നാഷണൽ അവാർഡിന്റെ പിക്കാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളുണ്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളുണ്ട്, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളുണ്ട്, വെൽനസ്, ന്യൂട്രാസ്യൂട്ടിക്കൽ, ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളുണ്ട്, ഹോം എസെൻഷ്യൽ ആയിട്ടുള്ള ഹോം കെയർ പ്രോഡക്റ്റുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ഇതെല്ലാം നമ്മുടെ ജീവിതത്തില് ആവശ്യമുള്ള അല്ലെങ്കിൽ പലപ്പോഴും അത്യാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ആ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മാനവരാശി ഉള്ളിടത്തോളം കാലം ആളുകൾ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും വീണ്ടും വാങ്ങിക്കുകയും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു, നമ്മൾ ത്രൂ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമായി നമുക്കൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു ജീവിതത്തിന്റെ ഒരു സന്തുഷ്ടി എന്ന് പറയുന്നത്, ഒരു ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യന് വേണ്ടുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതിൽ ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, അതുപോലെ
തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റുകളുണ്ട്, റെക്കഗ്നേഷനുകളുണ്ട്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റുകളുണ്ട്, വ്യക്തി വികസനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മണിരായ എന്ന് പറയുന്ന ആശയത്തിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു പുതിയ മനുഷ്യനായിട്ട് നമുക്ക് പിറവിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ സിസ്റ്റത്തിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളാണ്. എന്തിനു വേണ്ടി ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണം? മനുഷ്യൻ എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമാണ്, പഞ്ചഭൂതാത്മകമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് 5 ഘടകങ്ങളാണ് നമ്മുടെ ജീവനെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ആസ്പദമായിട്ടുള്ള ഘടകങ്ങളെയാണ് ഈ പഞ്ചതത്വങ്ങൾ എന്ന് പറയുന്നത്. അതില് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന ഈ പഞ്ചതത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തുന്നത്, അത് നമുക്ക് കാണിച്ചു തരുന്നത് ഒന്ന് ഓക്സിജനാണ്, മറ്റൊന്ന് വെള്ളമാണ്, മറ്റൊന്നുള്ളത് ഭക്ഷണമാണ്, വേറൊന്നുള്ളത് സൂര്യപ്രകാശമാണ്, മറ്റൊന്നുള്ളത് ഭൂമിയാണ്. ഈ 5 ഘടകങ്ങളും ജീവനെ നിലനിർത്തുന്ന രഹസ്യങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ ഇവിടെ നിലനിൽക്കുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഈ ഘടകങ്ങളെ, ഈ എലമെന്റ്സുകളെ നമ്മൾ പഞ്ചതത്വങ്ങൾ എന്ന് പറയാറുണ്ട്. ഓക്സിജൻ, നമ്മുടെ പ്രാണൻ എന്നാണ് ഓക്സിജനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഓക്സിജൻ എത്രത്തോളം ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുനിമിഷം നമ്മുടെ ശരീരത്തിന്റെ ജീവസന്ധാരണത്തിന് അല്ലെങ്കിൽ ആ ജീവൻ നിലനിൽക്കുന്നതിന് ഓരോ സെല്ലുകളെയും നിലനിർത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഓക്സിജനാണ്. ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എല്ലാ സമയത്തും കൃത്യമായിട്ട് നിലനിൽക്കുക തന്നെ വേണം. അപ്പൊ ഓക്സിജൻ പ്രാണനാണ്, ജീവനാണ്, ജീവനെ നിലനിർത്തുന്നു. അതുപോലെ തന്നെ വെള്ളം ജീവൻ, ജലമാണ്, ജീവനെ നിലനിർത്തുന്നു. അതുപോലെ ഭക്ഷണം ജീവനാണ്, നമുക്ക് എനർജി തരുന്നു. അതുപോലെ സൂര്യപ്രകാശം എല്ലാത്തിൻ്റെയും എനർജി സോഴ്സാണ്, ഒരു എന്താ പറയുക, ഊർജദാതാവാണ്. അത് ചെടികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും എല്ലാത്തിനും ഊർജം കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഈ ഭൂമി പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ ജന്തു ജീവജാലങ്ങളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണകരമാണ്, ആവശ്യമാണ്. അത് നമ്മുടെ ശരീരത്തിലുള്ള ഈച്ച് ആൻഡ് എവറി സെൽസ്, ഓരോ കോശങ്ങളെയും അത് നമ്മളെ ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യ ശരീരത്തിലെ രോഗങ്ങൾ അഥവാ ഡിസീസ് ഉണ്ടാകുന്നത് എന്നാണ് മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തില് ഒരുപാട് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുറെ ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, ക്യൂല് നിൽക്കുന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് 100% ആണ്. അത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇന്ന് പല 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 കാരണങ്ങൾ കൊണ്ട് രോഗാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം. ജനിതകമായിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ പകർച്ചവ്യാധികൾ മൂലമുണ്ടാകാം, അതല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ സ്വയമേധയാ രോഗങ്ങൾ ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്, ക്രോണിക് ഡിസീസ് എന്നൊക്കെ പറയുന്നത്, ക്രോണിക് ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് മോഡേൺ മെഡിക്കൽ സയൻസ് പഠിച്ചപ്പോ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ശരീരത്തിൽ സംഭവിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ, 2 ലാക്ക് ഓഫ് ഓക്സിജൻ. ഈ 2 കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സെല്ലുകൾ, നമ്മുടെ ശരീരത്തിലുള്ള കോടാനുകോടി വരുന്ന സെല്ലുകൾക്ക് ആ സെല്ലിന്റെ ധർമ്മം നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന, ആ സെല്ലിന് ആക്റ്റീവ് ആകാൻ, ആ സെല്ലിന് ജീവിക്കാൻ, ആ സെല്ലിന് അതിന്റെ ധർമ്മം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ബ്ലഡാണ്. ബ്ലഡിനകത്താണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്, ഓക്സിജൻ ഡിസോൾവ് ചെയ്യപ്പെട്ടുള്ളത്, ന്യൂട്രീഷനുകളൊക്കെ തന്നെ ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, വെള്ളം ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, മറ്റുള്ള ട്രേസ് എലമെന്റ്സുകളും ഹോർമോണുകളും, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഘടകങ്ങൾ, നമ്മുടെ ഓരോ സെല്ലുകളെയും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നത്, ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബ്ലഡിനകത്താണ്. ഈ ബ്ലഡ് എല്ലാ സമയത്തും ഏകദേശം ഒരു 4.25-5.5 ലിറ്റർ ഒക്കെ ഒരു മനുഷ്യ ശരീരത്തിൽ ബ്ലഡ് ഉണ്ട്.
ഈ ബ്ലഡ് ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെയാണ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തത്തിന്റെ പര്യന വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. അത് എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആ റൊട്ടേഷൻ നടക്കുന്നതിന് വേണ്ടി വളരെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിച്ച് എല്ലാ സെല്ലുകളിലേക്കും ആ സെല്ലിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എത്തിക്കുന്നു. അങ്ങനെ സെല്ലുകളിൽ നടക്കുന്ന സെൽ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തള്ളുകയും പദാർത്ഥങ്ങളെയും മാലിന്യങ്ങളെയും പുറന്തള്ളുകയും വേറൊരു രക്തക്കുഴലിലൂടെ അവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ലോമികകളാണ്. പിന്നെ ലോമികകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ അവിടെ വരുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ നടത്തി ഓക്സിജൻ കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെടുത്ത് വേറെ രക്തക്കുഴലിലൂടെ അശുദ്ധ രക്തക്കുഴലിലൂടെ അത് നമ്മുടെ ശരീരത്തിലൂടെ വീണ്ടും സഞ്ചരിച്ച് ഹാർട്ടിലെത്തി അതിനിടയിലൂടെ കിഡ്നിയിലൂടെ പോകുന്നു, ലിവറിലൂടെ പോകുന്നു, ഫിൽട്രേഷൻ പ്രക്രിയകളൊക്കെ നടക്കുന്നു. വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡിനെ അത് നമ്മുടെ ലങ്സിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വേർതിരിക്കുന്നു, ഓക്സിജനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ആ ശരീരശാസ്ത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബയോകെമിസ്ട്രി ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അത്ര അധികം സങ്കീർണതകളുടെ ഒരു വലിയ ഒരു 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 ഫാക്ടറിയാണ്, അല്ലെങ്കിൽ ഒരു രസതന്ത്രശാലയാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിന് പോരായ്മ വരികയാ അല്ലെങ്കിൽ പോരായ്മ വരുന്നു, അതല്ലെങ്കിൽ അതിന് ഡിസ്റ്റർബൻസ് വരുന്നു, അതിന് അല്ലെങ്കിൽ ബ്ലോക്കുകൾ വരുന്നു, അതിന് കുറവുകൾ വരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് സെൽ ഡാമേജ് ഉണ്ടാകുന്നത്, സെല്ലുകൾക്ക് എലമെന്റ്സുകൾ എത്താതെ വരുന്നു, സെല്ലുകൾ അകാല മൃത്യുവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സെല്ലുകൾക്ക് ഘടനാപരമായ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ സെല്ലുകൾ അതിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു, അതല്ലെങ്കിൽ അതിന്റെ ധർമ്മം ചെയ്യാതെ വരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡറിലേക്ക് പോകുമ്പോൾ ഈ സെല്ലുകൾ കൂടി ചേർന്ന അവയവങ്ങളെ ഇത് ബാധിക്കുന്നു. അവയവങ്ങൾ ഡിസോർഡറിലേക്ക് വരുന്നു, ഡിസ്ഫങ്ഷനിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഡിസീസിലേക്ക് മാറുന്നു. അത് ഒരു മനുഷ്യ ശരീരത്തിന് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സർക്കുലേഷനിൽ വരുന്ന പോരായ്മ, ബ്ലഡിന്റെ ചംക്രമണത്തിൽ വരുന്ന പോരായ്മ, കുറവ്, ഓക്സിജന്റെ കുറവ്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തില് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ അഥവാ ജീവിതശൈലി രോഗങ്ങൾ, ക്രോണിക് ഡിസീസുകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നത്. അതിന് 90%. ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി സിസ്റ്റം, ഇത് എന്താണ് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്ന ഗുണം? ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള പിന്നെ പാർശ്വഫലങ്ങളും സൃഷ്ടിക്കുന്നില്ല. ഇതൊരു ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് നിലവിലുള്ള ചികിത്സയുടെ ഒക്കെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടിങ്, നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്, ഒരു ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പി സിസ്റ്റമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി. ജൈവകാന്തങ്ങൾ ഉപയോഗപ്പെടുത്തി മനുഷ്യ ശരീരത്തിന് ഒരു സ്വാസ്ഥ്യം കൊടുക്കുക, ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം. ഇന്ന് നാച്ചുറോപ്പതിയുടെ ഭാഗമായി, പ്രകൃതി ജീവനത്തിന്റെ ഭാഗമായിട്ട് മാഗ്നറ്റിക് തെറാപ്പി ഇന്ത്യയിലും മിനിസ്ട്രി ഓഫ് ആയുഷ് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മാഗ്നറ്റിന്റെ പേര് നിയോഡൈമിയം എന്ന് പറയുന്ന ജൈവകാന്തമാണ്. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മാഗ്നറ്റാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിന്റെ മാട്രസ് പാഡാണ്. നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന മാട്രസ് പാഡാണ്. പ്യുവർ കോട്ടണിലാണ് ഇതിന്റെ നിർമ്മിതി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യം. പ്യുവർ കോട്ടണിലാണ് നിർമ്മിച്ചിട്ടുള്ള 2 ലെയറിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒറ്റ ഷീറ്റിലായിട്ട് അത് വരുന്നു. 6 അടി നീളവും 3 അടി വീതിയിലും ആണ് അതിന്റെ ക്രമീകരണം. അതിനകത്ത് 90 നിയോഡൈമിയം മാഗ്നറ്റ് ഗ്രേഡ് N35 അത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ഗ്രേഡ് N35 മാട്രസ് പാഡ് നിർമ്മിക്കുന്ന അപൂർവം കമ്പനികളിലൊന്നാണ് മണിരായ. ഒട്ടുമിക്ക കമ്പനികളും ഇന്ന് ഇന്ത്യയിലെ പ്രബലമായിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ N22 മാഗ്നറ്റ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. N35 നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള, വളരെ നല്ല രൂപത്തിൽ അത് ആക്ട് ചെയ്യാൻ സഹായിക്കുന്ന മാഗ്നറ്റ് ആണ്. ജൈവകാന്തമാണ്, സൈഡ് എഫക്റ്റുകളില്ല. ഈ ബയോമാഗ്നറ്റിക് മാട്രസിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സർക്കുലേറ്ററി സിസ്റ്റത്തെ, രക്തത്തിന്റെ പര്യന വ്യവസ്ഥയെ നോർമൽ ആക്കാൻ, പ്രോപ്പർ ആക്കാൻ, അത് എങ്ങനെയാണോ യഥാർത്ഥ ആരോഗ്യത്തോടു കൂടിയിട്ട്
പ്രവർത്തനം നടക്കുന്നത് അതുപോലെ ആക്കാൻ സഹായിക്കുന്നു. അതിലെ ഡിസ്റ്റർബൻസ് ഇല്ലാതെക്കാൻ സഹായിക്കുന്നു. അതിലുള്ള മൾട്ടിപ്പിൾ ബ്ലോക്കേജുകളെ ഇല്ലാതെക്കാൻ വേണ്ടി സഹായിക്കുന്നു. ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡിനകത്തുള്ള എല്ലാ എലിമെന്റ്സുകളും ഓക്സിജൻ, ന്യൂട്രീഷൻ, വാട്ടർ, ട്രേസ് എലമെന്റ്സുകൾ, ഹോർമോണുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും എല്ലാ സെല്ലുകളിലേക്കും കൃത്യമായിട്ട് സപ്ലൈ എത്തുകയും സെല്ലുകൾ എനർജറ്റിക് ആവുകയും സെല്ലുകൾ അതിന്റെ ധർമ്മം ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം എനർജറ്റിക് ആവുകയും അത് പ്രവർത്തനക്ഷമമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവയവങ്ങൾ ഹെൽത്തി ആകുന്നു. ഹെൽത്തി സെല്ലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഹെൽത്തി ഓർഗാൻസ് ആയി. ഹെൽത്തി ഓർഗാൻസ് ആണെന്നുണ്ടെങ്കിൽ ഹെൽത്തി സിസ്റ്റമായി. ഹെൽത്തി സിസ്റ്റം എന്ന് പറയുന്നതാണ് ഹെൽത്തി ബോഡി ആയിട്ട് മാറുന്നത്, ആരോഗ്യമുള്ള ശരീരമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പറാക്കുകയും ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള രണ്ട് മൂല്യങ്ങളാണ്, രണ്ട് ഗുണങ്ങളാണ് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന വളരെ ക്രിയാത്മകമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ഓരോ വ്യക്തിക്കും ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പല കാരണങ്ങൾ കൊണ്ട് ബ്ലഡിന്റെ സർക്കുലേഷന്റെ കുറവുകൾ വരുന്നുണ്ട്. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തില് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ബ്ലഡ് റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിലെ ഏറ്റവും മാരകമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റാക്ക്, ബ്ലോക്ക്, സ്ട്രോക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കൂടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, കോവിഡാനന്തരം ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ വളരെ ഭയാനകമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ബ്ലഡ് റിലേറ്റഡ് ആണ്. അപ്പൊ രക്തത്തിന്റെ കട്ടി കുറച്ച്, വിസ്കോസിറ്റി കുറച്ച് ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ബയോമാഗ്നറ്റിക് മാട്രസുകൾ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരീരത്തിലെ പെയിനുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മസിലുകളുടെ ഹാർഡ്നെസ് ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ട്, നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഏതോ ആയിക്കോട്ടെ അതിനെല്ലാം തന്നെ പ്രിവെന്റ് ചെയ്യാനും അതിൽ നിന്ന് റിക്കവറിക്ക് വേണ്ടിയിട്ട് ശരീരത്തെ സഹായിക്കാനും ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിന്റെ ഹീലിംഗ് കപ്പാസിറ്റിയെ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റാണ് ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ്. അതിന് പില്ലോ പാഡ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എത്രയോ തെളിവുകൾ നമുക്ക് ഓരോ ദിവസവും ഇത് ഉപയോഗിച്ചതിലൂടെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബാക്ക് പെയിൻ, ബോഡി പെയിൻ, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ജോയിന്റ് പെയിനുകൾ, ആർത്രൈറ്റിസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിൽ വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും, വിഷൻ ക്ലാരിറ്റിയിലുള്ള പ്രശ്നങ്ങൾ, മെമ്മറി ലോസിന്റെ പ്രശ്നങ്ങൾ, സ്കിൻ ഡിസീസുകൾ, ഇന്റേണൽ ഓർഗാൻസിന് വരുന്ന ഡാമേജുകൾ, ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പേരിട്ട് വിളിക്കുന്ന 400-ലധികം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ, ഇതെല്ലാം ഇതിന്റെ 90% കാരണവും ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടും ഓക്സിജന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ, ആ ഒരു പോരായ്മയെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഹെൽത്ത് തരാൻ ഈ ഒരു പ്രോഡക്റ്റിന് സാധ്യമാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് നമുക്ക് മണിരായുടെ പ്രീമിയം ബ്ലാങ്കറ്റ് ആണ്. ഇത് നമുക്ക് പുതച്ചു കിടക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്തും മാഗ്നറ്റ് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പ്രീമിയം ലെവലിൽ ഒരു ബ്ലാങ്കറ്റ് ഒരു കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. മണിരായ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിൽ സിലിക്കോൺ ടൈപ്പിലും വരുന്നുണ്ട്, കോട്ടൺ ടൈപ്പിലും വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള, വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണിത്. മാഗ്നറ്റിക് തെറാപ്പിയിലെ ഫുൾ തെറാപ്പി എന്നുള്ളതാണ് ഇതിനെ പറയുന്നത്. നമ്മൾ മാട്രസിൽ കിടക്കുന്നു, ബ്ലാങ്കറ്റിൽ പുതയ്ക്കുകയും ചെയ്യുന്നതോടുകൂടി ഫുൾ തെറാപ്പിയിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതാണ്. അപ്പൊ ശരീരത്തിന് ഒരുപാട് ഹീലിംഗ് കൊടുക്കാൻ, ഒരുപാട് രോഗങ്ങൾ അതിജീവിക്കാൻ, ഉള്ള രോഗങ്ങളെ അതിൽ വിടുതൽ കൊടുക്കുന്നതിന് വേണ്ടി, സൗഖ്യാവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടി, നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവനത്തിന് വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു റിസ്റ്റ് ബാൻഡ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടിനും ഇതിനകത്തൊക്കെ തന്നെ മാഗ്നറ്റ് ആണ്, നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. പർപ്പസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു, ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യുന്നു, ബോഡിയിലെ എനർജി ലെവലിനെ എൻഹാൻസ് ചെയ്യുന്നു, പെയിൻ റെഡ്യൂസ് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. BP നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ടും അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാൻ പറ്റും ഒരുപാട് ആളുകൾ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഒന്ന് ഹൃദയാഘാതം, മറ്റൊന്നുള്ള പക്ഷാഘാതം, ഈ രണ്ട് വിഷയങ്ങൾ കൊണ്ട് എത്രയോ ആളുകൾ മരിച്ചുപോയി, എത്രയോ ആളുകൾ നരകതുല്യമായ ജീവിതത്തിലേക്ക് പോയി എന്നുള്ളതാണ്. എത്രയോ ആളുകളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലൂടെ കൃത്യമായി ഒഴുകേണ്ട ബ്ലഡ് സംക്രമണത്തിന് വരുന്ന
പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അതിന് കുറെ കാരണങ്ങളൊക്കെ ഉണ്ട്. ആ കാരണങ്ങൾ മുഴുവനും നമുക്കൊന്നും മാറ്റാനൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ സങ്കീർണമാക്കാതെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കണം. ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിനോട് ധാർമ്മികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതിലൊരു കാര്യമാണ് നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുക എന്നുള്ളത്. മാഗ്നറ്റൈസർ വാട്ടർ, അതായത് വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ ചുറ്റാൻ ഉപയോഗിക്കുന്ന ഒരു എനർജി പാഡാണ്, ബയോമാഗ്നറ്റിന്റെ ഒരു എനർജി പാഡാണ് വാട്ടർ എനർജി പാഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നിറയെ മാഗ്നറ്റ് ആണ്. വെള്ളത്തെ സ്ട്രക്ചറൈസ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നു, ഡെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ വളരെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് ആഗിരണം ചെയ്യുന്നു. ആഗിരണ ശേഷി വർദ്ധിക്കുന്ന ഒരു വെള്ളമായിട്ട് അത് മാറുന്നു. അതിന് ഡെൻസിറ്റി കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സെല്ലുലാർ ലെവലിൽ വരുന്ന ഒരു സ്ട്രക്ചർ മാറുന്നതോടുകൂടി വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ക്യുക്കായിട്ട് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആകും. ഹൈഡ്രേറ്റഡ് ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ജലാംശം നിറഞ്ഞ ശരീരമായിട്ട് മാറും. ഒരു ഹ്യൂമൻ ബോഡിയിൽ 70% വെള്ളമാണ്. നമ്മുടെ ബ്ലഡിനകത്ത് 90% വെള്ളമാണ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഡീഹൈഡ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ഒരു ഫാനിന്റെ ചോട്ടിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്ന സമയത്ത്, ഇനി മഴക്കാലമാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ബാഷ്പീകരണം, ഇവാപ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബാഷ്പീകരണം നടക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലും ബ്ലഡിലുമുള്ള വെള്ളത്തിന്റെ അളവിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. വെള്ളത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ താറുമാറിലാകും, ഡിസോർഡറിലേക്ക് പോകും. പ്രത്യേകിച്ച് മെറ്റാബോളിസം ഒക്കെ തന്നെ കൊളാപ്സ് ആകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോ മാഗ്നറ്റൈസർ വാട്ടറിന്റെ പ്രത്യേകത, നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യാനും ക്യുക്കായിട്ട് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റഡ് ആക്കാനും അങ്ങനെ ഹൈഡ്രേറ്റഡ് ബോഡിയിൽ ഫങ്ഷനുകളെ നോർമലാക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ജലം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു 70% വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിക്കകത്തുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം വേണം. ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വെള്ളം വേണം. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിലും അനുപാതത്തിലും ആവശ്യകതയിലും വെള്ളം കുടിക്കുക എന്നുള്ള ധാർമ്മികത നമ്മുടെ ശരീരത്തിനോട് നമ്മൾ ചെയ്യണം. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പതിയെ 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 പോകും. ക്രോണിക് ഡിസീസിലേക്ക് പോകും. അക്യൂട്ട് ഡിസീസ് അല്ല. വെള്ളം കുടിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അക്യൂട്ട് അല്ല, ക്രോണിക് ആണ്. ആ ക്രോണിക് ഡിസീസിലേക്ക് പോകും. അങ്ങനെ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യുന്നത് അത് റിക്കവറി ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഡോക്ടർ, ഏറ്റവും നല്ല ആശുപത്രി, ഏറ്റവും നല്ല സംവിധാനം, എത്ര പൈസ വേണമെങ്കിലും മുടക്കി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പിന്നെ വരികയാണ്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ശരീരം എന്താണെന്ന് മനസ്സിലാക്കുക. ശരീരത്തിന്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് എന്തെല്ലാം ധാർമ്മികത നമ്മൾ ഓരോരുത്തരും അവനവനോട് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനും വെൽനസ് എന്ന് പറയുന്ന സിദ്ധാന്തം എത്രത്തോളം ഗുണകരമാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ എത്രത്തോളം നമ്മൾ അതിന് സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു തിരിച്ചറിവാണ്, ഈ ഒരു വിവേചന ബുദ്ധിയാണ്, ഈ ഒരു എഡ്യൂക്കേഷനാണ് ഒരു വ്യക്തിയെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുന്നത്. എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. അവരൊക്കെ തന്നെ അവരുടെ ചിട്ടയായിട്ടുള്ള ജീവിത രീതി കൊണ്ട് അവരുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. മറിച്ച് അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ, യാതൊരുവിധ അറിവുകളും ഇല്ലാതെ എല്ലാം നെഗ്ലക്റ്റ് ചെയ്ത് അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ ആ ശരീരത്തിന് ആവശ്യമുള്ളത്ര വെള്ളം കുടിക്കണം, നിർബന്ധമായിട്ടും കുടിക്കണം. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ജൈവരാസ പ്രവർത്തനങ്ങൾ, ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ്, ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കണ്ടമാനം മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ പ്രോട്ടീൻ ഡീകമ്പോസ്ഡ് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ ഡീകമ്പോസ്ഡ് ഇമ്പ്യൂരിറ്റീസ്, അതുപോലെ തന്നെ സിന്തസൈസ് പ്രോഡക്റ്റുകള്, ഇങ്ങനെ ഒരുപാട് ജൈവ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം വെളിയിൽ തള്ളണമെങ്കിൽ വെള്ളം കുടിക്കണം. മാഗ്നറ്റൈസർ വാട്ടർ കുടിച്ചാൽ എന്താ ഗുണം? സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാൾ 4 ഇരട്ടി ഫലം ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു വ്യക്തി എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ്
എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ശരീരത്തിനോട് ചെയ്യേണ്ടത് 1-2 ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക, മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കുടിക്കുന്ന ആദ്യത്തെ വെള്ളം അതൊരു 200 മില്ലിയോ 400 മില്ലിയോ ആയിക്കോട്ടെ, ആ കുടിക്കുന്ന വെള്ളം നമ്മുടെ ഇൻഡസ്റ്റൈനിലേക്ക് പോലും പോകാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. ഒരു 200 മില്ലി വെള്ളം കഴിക്കുമ്പോൾ നമ്മുടെ കുടലിലേക്ക് തന്നെ പോകില്ല, അതിന് മുന്നേ തന്നെ അത് ആഗിരണം ചെയ്തു പോകും. ആമാശയത്തിൽ വെച്ച് തന്നെ ചിലപ്പോൾ അത് ആഗിരണം ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രത്തോളം നീഡ് വെള്ളത്തിന് നമ്മുടെ ശരീരം കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഒരു 600 മില്ലി വെള്ളം രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ, ഒരുമിച്ച് കുടിക്കണം പാടില്ല, 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ ഒരു 600 മില്ലി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ എത്ര യൂറിൻ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കുക. അതിന്റെ 1/3 മാത്രമേ യൂറിൻ പോകുള്ളൂ. ബാക്കി എങ്ങോട്ട് പോയി? ബാക്കി നമ്മുടെ ശരീരത്തിന്, ബ്ലഡിന്, മസിലുകൾക്ക്, അങ്ങനെ ശരീരത്തിന് ആവശ്യമുള്ള സ്ഥലത്തിലേക്ക് ഈ വെള്ളത്തെ റിട്ടൈൻ ചെയ്തു നമ്മുടെ ശരീരം എന്നുള്ളതാണ്. അത്രത്തോളം ആവശ്യകത വെള്ളത്തിനുണ്ട്. അപ്പോ നമ്മുടെ ശരീരത്തെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടി, ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വെള്ളം കുടിക്കുക എന്നല്ലാതെ ഒരു മാർഗമല്ല. നമ്മുടെ ശരീരത്തെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ശുദ്ധീകരിക്കാറുണ്ട്. എക്സ്റ്റേണൽ ആയിട്ട് തന്നെ പുറത്ത് നമ്മൾ ശുദ്ധീകരിക്കാറുണ്ട്. വെള്ളം ഒഴിച്ച് നമ്മൾ അഴുക്കുകൾ മുഴുവനും കളയുന്നു. സോപ്പ് ഉപയോഗിച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലൂടെ അഴുക്കുകൾ കളയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ക്ലെൻസിങ്ങിന്, ഇന്റേണൽ ആയിട്ടുള്ള ക്ലീനിങ്ങിന് വെള്ളം ഒരു അവിഭാജ്യ ഘടകമാണ്. അത് മാഗ്നറ്റൈസർ കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് അത് സാർവത്രികമായി കാര്യക്ഷമമായിട്ട് അത് നടപ്പിലാകുന്നു എന്നുള്ളതാണ്. അപ്പൊ മാലിന്യ നിർമ്മാർജ്ജനം ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മളെ ബ്ലഡിന്റെ വിസ്കോസിറ്റി നമ്മുടെ വെള്ളം കുടിക്കലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. കാരണം ബ്ലഡിനകത്ത് 90% വാട്ടർ കണ്ടന്റ് ആണ്. ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ബ്ലഡിന് എവിടെയും നിൽക്കാൻ പാടില്ല. ബ്ലഡ് എപ്പോഴും ചംക്രമണം നടത്തിക്കൊണ്ടേയിരിക്കണം. അതിന് വളരെ ഈസി ആയിട്ട് പോകണം. അതിനൊരിക്കലും സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല. ബ്ലഡിനകത്ത് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡ് വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിന്റെ ഒരു കഴിവുണ്ട്, അത് ബ്രെയിന് അത് തിരിച്ചറിയുകയും ബ്രെയിനിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഹാർട്ട് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുകയും പ്രഷറിൽ അടിക്കുകയും തന്നെ ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങള് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇന്ന് നമുക്കറിയാം, ഈ ഒരു 4 ദിവസം മുമ്പാണ് 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മരിച്ചുപോയി. ഇന്നലെ റിപ്പോർട്ട് വന്നു, ഒരു 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല ഗ്ലാമറുള്ള, നല്ല ആരോഗ്യവാനായിട്ടുള്ള, കണ്ടാൽ ഒരു കുഴപ്പവും ഇല്ലാത്ത, ഒരു തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും പുറത്തേക്ക് ഒരു സൂചന പോലും കിട്ടാത്തൊരു വ്യക്തിയാണ് ഇന്നലെ പെട്ടെന്ന് മരിച്ചുപോയത്, അറ്റാക്ക് വന്നു. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് ആരും കാണണ്ട. ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് ഗുരുതരമായ രൂപത്തിൽ ഈ കുഴഞ്ഞു വീണ മരണങ്ങളും സഡൻ ഡെത്തുകളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കണം? ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, കളിയാക്കി ചോദിക്കാറുണ്ട്, മാഗ്നറ്റിക് മാട്രസ് പാഡിൽ കടന്നാൽ, വാട്ടർ എനർജി പാഡ് ചുറ്റി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതിന്നൊക്കെ അതിജീവിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഇത് മാത്രം പോരെ? അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. നമ്മുടെ ശരീരത്തിന് ഗുണകരമായി വർത്തിക്കുന്ന ഒരു കാര്യം, അതും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കാര്യം, അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതല്ലേ ധാർമ്മികത എന്ന് പറയുന്നത്? വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ധാർമ്മികതയല്ലേ? ബ്ലഡിന്റെ സർക്കുലേഷനെ പ്രോപ്പർ ആക്കുക എന്ന് പറയുന്നത് ധാർമ്മികതയല്ലേ? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ധാർമ്മികതയല്ലേ? ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമം കൊടുക്കുക എന്ന് പറയുന്നത് ധാർമ്മികതയല്ലേ? ഡിപ്രഷനിൽ നിന്ന്, സ്ട്രെസ്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ധാർമ്മികതയല്ലേ? കൃത്യമായിട്ട് ഉറക്കം കൊടുക്കുക എന്ന് പറയുന്നത് ധാർമ്മികതയല്ലേ? ഇങ്ങനെയുള്ള ധാർമ്മികതയല്ലേ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്? അല്ലാതെ വെല്ലുവിളിക്കുകയും അതല്ലെങ്കിൽ പിന്നെ പുച്ഛത്തോടുകൂടി കാണുന്നതല്ലല്ലോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അറിവില്ലായ്മ കൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം, 100% ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 100% സാക്ഷരതയുള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള, നല്ല അറിവും വിവേകവുമുള്ള ആളുകൾ പോലും എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട എന്ന് തിരിച്ചറിയാൻ അറിയാത്ത ആളുകളാണ്. എന്ത് കുടിക്കണം, എന്ത് കുടിക്കണ്ട എന്നറിയാത്ത ആളുകളാണ്. എത്ര വെള്ളം കുടിക്കണം എന്ന് അറിയാത്ത ആളുകളാണ്. അല്ലെങ്കിൽ മിതമായിട്ടുള്ള വ്യായാമം എന്തിനു ചെയ്യണമെന്ന് അറിയാത്ത ആളുകളാണ്. അല്ലെങ്കിൽ അറിയെങ്കിലും ചെയ്യാത്ത ആളുകളാണ്. അപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ ശരീരം എന്ന് പറയുന്ന മൂല്യം നിർണ്ണയിക്കാൻ കഴിയാത്ത, അത്രത്തോളം അമൂല്യമായ, നമുക്ക് വാല്യൂ നിർണ്ണയിക്കാൻ കഴിയാത്ത, വളരെ
വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനോട് നമ്മൾ ചെയ്യുന്ന ധാർമ്മികതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം കുടിക്കുക, മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ ഇന്റേണൽ ക്ലെൻസിങ്ങിനെ സഹായിക്കുന്നു, ഡീടോക്സിഫിക്കേഷൻ നടത്താൻ സഹായിക്കുന്നു, ലിവർ, വൃക്കകൾ, ഈ ഇൻഡസ്റ്റൈൻ, ഇതുപോലുള്ള ഭാഗങ്ങളെ മുഴുവനും ക്ലെൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മുടെ മസിൽ ഫൈബറുകൾക്കിടയിൽ വരുന്ന ലാക്റ്റിക് ആസിഡ് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. പ്രോട്ടീൻ ഡീകമ്പോസ്ഡ് ഇംപ്യൂരിറ്റീസിനെ, സിന്തസൈസ് പ്രോഡക്റ്റുകളെ മുഴുവനും ശരീരത്തിന് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്ന ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് പല ആളുകൾക്കും അറിയില്ല. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും ഭക്ഷണ പദാർത്ഥങ്ങളിലുമുള്ള പെസ്റ്റിസൈഡുകൾ, കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന പ്രക്രിയയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ബയോമാഗ്നിഫിക്കേഷൻ ഉള്ള ബോഡി, എല്ലാവരുടെ ബോഡിയിലും അതുണ്ട്. പക്ഷെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്ന ആളുകളിൽ ആ അടിഞ്ഞുകൂടുന്ന ആ പോയിസണുകളെ, കെമിക്കലുകളെ, പദാർത്ഥങ്ങളെ ഒരു 80% വളരെ ക്ലീൻ ആയിട്ട് പുറന്തള്ളുവാനുള്ള ശേഷി വെള്ളത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിന്, കണ്ണ്, സ്കിന്ന്, ഇൻഡസ്റ്റൈൻ, മസിലുകൾ, ജോയിന്റുകൾ, ഇതിനെല്ലാം തന്നെ ആരോഗ്യത്തോടു കൂടി നിലനിർത്താനും നല്ല സൗന്ദര്യത്തോടു കൂടി നമ്മുടെ സ്കിന്നിനെ നിലനിർത്താനും ആന്റി ഏജിങ് എഫക്റ്റിലേക്ക് നമ്മുടെ ബോഡീനെ കൊണ്ടുവരുന്നതിനും ഒക്കെ തന്നെ വെള്ളം നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു. മാഗ്നറ്റൈസർ വാട്ടർ 100% ഗുണകരമാണ് എന്നുള്ളത് നമുക്ക് ഇഷ്ടംപോലെ തെളിവുകളിലൂടെ നമുക്കത് അറിഞ്ഞു കഴിഞ്ഞു, അനുഭവസ്ഥർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഞാനൊരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PDF PPT ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ടെക്നിക്കൽ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് എനിക്ക് ഡയബ് കൺട്രോൾ പ്ലസിന്റെ ആ ഡീറ്റെയിൽ നിങ്ങൾക്ക് വിഷ്വലായിട്ട് കാണിച്ചു തരാൻ കഴിയില്ല. അത് ഒരു ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നു. പക്ഷെ ഞാൻ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ തരാം. ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്നത് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇന്ന് ഡയബറ്റിക് എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അതായത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡിസോർഡർ ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ന് കുറേ ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ രോഗമായിട്ട് ഇതിനെ കാണണ്ട, ചെറിയൊരു ഡിസോർഡർ ആയിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡയബറ്റിസ് എന്ന് പറയുന്നത് 4 ടൈപ്പിലാണ് ഡയബറ്റിസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. 4 തരം ഡയബറ്റിസ് ഉണ്ട്. ഒന്ന് ജുവനൈൽ ഡയബറ്റീസ് ആണ്. ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ കുട്ടികളിൽ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഉണ്ടാകാം ചെറുപ്രായത്തിൽ ഉണ്ടാകുന്ന ഡയബറ്റിസ്, ജുവനൈൽ ഡയബറ്റിസ്. ഇതിന് ടൈപ്പ് 1 എന്നാണ് പറയുന്നത്. ടൈപ്പ് 1 ഡയബറ്റിസ് എന്നാണ് പറയുന്നത്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രമേഹം, കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്ന എല്ലാ ആളുകളിലും കണ്ടുവരുന്ന പ്രമേഹത്താണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് 20 വയസ്സിൽ വരാം, 25, 30, 40, 50, 60, 70 അങ്ങനെ പല ഘട്ടങ്ങളിൽ വരെ ചില ആളുകൾക്ക് അത് ഒരിക്കലും ശരീരത്തെ ബാധിക്കാത്ത രൂപത്തിലും ഉണ്ടാകാം. അതാണ് ടൈപ്പ് 2. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് അനുഭവിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 കാറ്റഗറിയിൽ നിൽക്കുന്ന, മഹനീയമായ സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡയബറ്റീസ് എന്ന് പറയുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി പീരീഡിൽ മാത്രം വന്നു പോകുന്ന ഒരു ഡയബറ്റീസ് ആണ്. അത് പ്രഗ്നൻസി പീരീഡിൽ വരും, അത് കഴിയുമ്പോൾ അതിന്റെ ഒരു ഡ്യൂറേഷൻ കഴിയുന്ന സമയത്ത് അത് നോർമൽ ആവുകയും ചെയ്യും. ഇതൊക്കെ ചെറിയ ചെറിയ പെർസെൻറ്റേജ് ആണ്. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജിൽ നിൽക്കുന്നത്. പിന്നെ ജനിതകമായിട്ടുള്ള ഡയബറ്റീസ് എന്ന് പറയും, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന, ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഡയബറ്റീസ്. ഇങ്ങനെ 4 ടൈപ്പിലാണ് ഡയബറ്റീസ് ഉള്ളത്. ഇതിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഫേസ് ചെയ്യുന്നത് ഏതാണ്? ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇതിനെ നിസ്സാരമായി, പല ആളുകൾ ഇതിനെ നിസ്സാരമായി കാണുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഇതിനെ നിസ്സാരമായി കാണാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഒരു
എന്താ പറയാ സൈലന്റ് കില്ലറാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലിപ്പിംഗ്സും സ്ലൈഡുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ഷോ ചെയ്യാൻ പറ്റാത്തൊരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് ലോകത്തിൽ തന്നെ പ്രമേഹത്തിന്റെ തലസ്ഥാനമായിട്ട് ഇന്ത്യ മാറി. അത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വളരെ കൂടുതലായിട്ടത് കണ്ടുവരുന്നുണ്ട്. കേരളത്തില് വളരെ കൂടുതലായിട്ട് പ്രമേഹം ഇന്ന് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഒരു പിന്നെ അവയവമുണ്ട്, പാൻക്രിയാസ് എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു ഗ്രന്ഥിയാണ്. ഒരേ സമയം അത് ആ ഗ്രന്ഥിയെ നമ്മൾ ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയെ മലയാളത്തിൽ ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയുന്നത്. ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയുന്നത്. ഇത് ഒരേ സമയം ഇത് എൻഡോക്രൈൻ പിന്നെ ഗ്ലാൻഡ് ആണ്. അതേസമയം അത് എൻഡോക്രൈൻ എന്ന് പറഞ്ഞെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥിയായിട്ട് പ്രവർത്തിക്കുന്നു. അതേസമയം അതൊരു ദഹന ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട അഭേദ്യമായ ബന്ധം ഇതിനകത്തുണ്ട്. ഈ ഒരു പാൻക്രിയാസ് എന്ന് പറയുന്ന ഈ ഒരു അവയവത്തിനുണ്ട് എന്നർത്ഥം. പാൻക്രിയാസില് പിന്നെ രണ്ട് പ്രധാനപ്പെട്ട സെല്ലുകളാണ് ഉള്ളത്. ഒന്ന് പിന്നെ ആൽഫ സെല്ലുകളും മറ്റൊന്നുള്ള ബീറ്റ സെല്ലുകളും. ആൽഫ സെല്ലുകള് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബീറ്റ സെല്ലുകള് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഗ്ലൂക്കഗോണും ഇൻസുലിൻ ആൽഫ സെല്ലും ബീറ്റ സെല്ലും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പിന്നെ ഗ്ലൂക്കോസ് നമ്മൾ ഒരു കാര്യം ഇതിനിടയിൽ മനസ്സിലാക്കണം. ഈ പഞ്ചസാര അല്ലെങ്കിൽ മധുരം എന്ന് പറയുന്നത്, ഷുഗർ എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഷുഗർ ആണല്ലോ. ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. സെല്ലുകൾ വളരെ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് സെല്ലുകളിലേക്ക് എത്തുക തന്നെ വേണം. എന്നാലേ അവറ്റകൾക്ക് ആക്റ്റീവ് ആകാൻ കഴിയുകയുള്ളൂ. അപ്പോ നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലാണ് ഷുഗർ ചെല്ലുന്നത്. ഒന്ന്, നമ്മൾ ഷുഗർ ആയിട്ട് കഴിക്കുന്നുണ്ട്, പഞ്ചസാര നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റിലുള്ള പല സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. അതിലൂടെ നമ്മുടെ ശരീരത്തിന് ഹെവി ക്വാണ്ടിറ്റിയിൽ ഷുഗർ ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മുടെ ശരീരം ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം തന്നെ ഒരു പഞ്ചസാര ഫാക്ടറിയാണ് ഓൾറെഡി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അത് പിന്നെ കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനൊരു സിസ്റ്റം ഉണ്ട്. അത് പിന്നെ ഒരു സിസ്റ്റത്തിലൂടെ അത് പോയി അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ശരീരം തന്നെ അത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഹെവി ക്വാണ്ടിറ്റി ഗ്ലൂക്കോസിനെ ശരീരം നിർമ്മിക്കുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെ അത് ഉണ്ടാക്കുന്നുണ്ട്. ഇനി തീരെ നിവൃത്തിയില്ലെങ്കിൽ, തീരെ കാർബോഹൈഡ്രേറ്റ് ബോഡിക്ക് ചെന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം പ്രോട്ടീനിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കും. അതിനുള്ളൊരു ശേഷി നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൺട്രോളിലല്ല, നമ്മുടെ ശരീരത്തിനുള്ള ഒരു ശേഷിയാണത്. അപ്പൊ അങ്ങനെ എന്തായാലും ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ ക്രമീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂക്കഗോൺ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു ഘടകം, ബീറ്റാ സെൽസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ സെല്ലുകൾക്ക് അകത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വാഹകരായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ ഗ്ലൂക്കോസിനെ സെല്ലിന്റെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ഒരു കീ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മികത ചെയ്യുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ ഉള്ളിലേക്ക് ഈ ഗ്ലൂക്കോസിനെ, അതല്ലെങ്കിൽ ഈ ഇൻസുലിന്റെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കുറവ് കൊണ്ട് ഈ ഗ്ലൂക്കോസിനെ സെല്ലിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാതെ അത് ബ്ലഡിനകത്ത് തന്നെ പഞ്ചസാരയുടെ അല്ലെങ്കിൽ മധുരത്തിന്റെ, ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കും. ഇത് സെല്ലിന്റെ ഉള്ളിലേക്ക് എത്തേണ്ട ഒരു ഘടകമാണ്. പക്ഷെ ഇൻസുലിന്റെ അഭാവം കൊണ്ട്, അതിന്റെ കുറവ് കൊണ്ട് അതിന്റെ പ്രവർത്തന മന്ദീഭവിക്കുന്ന സമയത്ത് ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന് സെല്ലിന്റെ അകത്തേക്ക് കയറാൻ കഴിയാതെ വരികയും സെല്ലുകൾക്ക് അത് കിട്ടാതെ സെല്ലുകൾ നിർജീവാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യക്ഷയത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ധാർമ്മികത ചെയ്യാതെ അല്ലെങ്കിൽ അത് ഇനാക്റ്റീവ് ആയിട്ട് എന്തൊക്കെയോ മാറുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോ എന്ത് വേണം? നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റാ സെല്ലുകൾ ആക്റ്റീവ് ആകുമ്പോഴാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം ബീറ്റാ സെല്ലുകളെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമ്മള് ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞു, നമ്മള് ഒരു ഷുഗർ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും, ഷുഗറായിട്ട് ചെന്നിട്ടില്ലെങ്കിൽ പോലും ശരീരത്തിൽ ധാരാളം
പിന്നെ ഷുഗർ കണ്ടന്റ് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ബീറ്റാ സെല്ലുകൾ ഇനാക്റ്റീവ് ആകുന്ന സമയത്ത്, പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ ഇനാക്റ്റീവ് ആകുന്ന സമയത്ത് ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുകയും ഇൻസുലിന്റെ അഭാവത്തിൽ ഗ്ലൂക്കോസിന് സെല്ലുകളിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ ഈ ഗ്ലൂക്കോസ് ബ്ലഡിനകത്ത് തന്നെ അധികരിക്കുകയും അങ്ങനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ കണ്ടെത്തുന്നത്, ബ്ലഡ് പരിശോധിക്കുന്ന സമയത്ത് പ്രമേഹം കണ്ടെത്തുന്നത്. അപ്പൊ അത് സാധാരണഗതിയിൽ ഒരു 100ന്റെ താഴെ നമ്മൾ ഫാസ്റ്റിങ്ങിൽ നോക്കുന്ന സമയത്ത് ബ്ലഡ് പരിശോധിക്കുമ്പോൾ, ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ 100ന്റെ താഴേക്ക് വന്ന് നിൽക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു പിന്നെ കറക്റ്റ് ഒരു ലെവലിൽ നിൽക്കുന്നത്. ഭക്ഷണം കഴിച്ചാൽ ഒരു 160ന്റെ മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഡയബറ്റീസ് ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു 126ന്റെ മുകളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അതിനെ ഡയബറ്റീസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ബ്ലഡിനകത്ത് എപ്പോഴും നിലനിന്ന് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ അവയവങ്ങളെ ബാധിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോകുന്നു. മാത്രമല്ല ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിന്റെ അളവ് എപ്പോഴും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസുകൾക്ക്, രക്തക്കുഴലുകൾക്ക് അത് ഡാമേജ് വരുന്നു എന്നുള്ളതും കൂടി ഒരു വലിയ പ്രശ്നമാണിത്. അപ്പൊ കണ്ണിന്, അതുപോലെ തന്നെ വൃക്കകൾക്ക്, അതുപോലെ തന്നെ കാലുകൾക്ക് ഒക്കെ ഉണ്ടാകുന്ന ബലക്ഷയങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് അധികരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പൊ അതിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യണം, അതിനെ നമുക്ക് നോർമൽ ആക്കണം. പാൻക്രിയാസിലെ ബീറ്റാ സെൽസുകൾ ആക്റ്റീവ് ആകണം. അങ്ങനെ ബീറ്റാ സെൽസുകൾ ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ അവിടെ ഇങ്ങനെ ആവശ്യമുള്ളത്ര ഉണ്ടാകും. അത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ സെല്ലുകളുടെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുത്ത് ആരോഗ്യകരമായിട്ടുള്ള പരിരക്ഷയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു കാര്യമുണ്ട്, 10 വർഷത്തിനിടയിൽ 50 കോടി ജനങ്ങൾ, അടുത്ത 10 വർഷത്തിനുള്ള 50 കോടി ജനങ്ങൾ ഹൃദ്രോഗികളും പ്രമേഹ രോഗികളായിട്ട് മാറും എന്നുള്ളത് ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഓരോ റിപ്പോർട്ടുകൾ, പ്രമേഹം 50 വയസ്സിന് മുമ്പേ കാൽ മുറിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് അടുത്ത കാലത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ ഡയബറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സൈലന്റ് കില്ലറാണ്, അത് നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു മോചനം നമുക്ക് ഉറപ്പായിട്ട് വേണം. പ്രമേയത്തിൽ മുങ്ങി കേരളം എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. 43.5% ആണ് അതിന്റെ റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുന്നത്. രോഗബാധിതർ 1.52 കോടി. ഒന്ന് ആലോചിച്ച് നോക്കണം, 3.5 കോടി ജനങ്ങളില് എന്താ പറയാ 1.5 കോടിയിലധികം ആളുകളും പ്രമേഹബാധിതരാണ്. ഈ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എനിക്കറിയാവുന്ന പല കേസുകളുണ്ട്. 13 വയസ്സിൽ ഡയബറ്റിക് വന്ന, 23 വയസ്സിൽ വന്നിട്ടുള്ള ആളുകൾ. ഇങ്ങനെയൊക്കെ വന്ന ആളുകൾ അവരുടെ ജീവിതം മുഴുവനും ഒരു നരകതുല്യമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ മണിരായുടെ ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്ന ക്യാപ്സൂൾ, ഇത് ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. ഗംഭീരമായ റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ നോർമൽ ആക്കുക എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റാ സെൽസുകളെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ബോഡിക്ക് വേണ്ട രൂപത്തിൽ വർദ്ധിപ്പിക്കാൻ സഹായകമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നാച്ചുറൽ വേയിലൂടെ, പ്രകൃതിദത്തമായ വഴിയിലൂടെ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ, കിഡ്നിക്കോ ലിവറിനോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനോ മറ്റുള്ള നാഡീവ്യൂഹങ്ങൾക്കോ തകരാറ് വരാതെ പ്രകൃതിദത്തമായിട്ട് പ്രമേഹത്തെ നിയന്ത്രിക്കാനും റിക്കവറി നേടിയെടുക്കാനും ഹെൽത്തി ആയിട്ട് ജീവിക്കാനും നമുക്ക് ഈ ഒരു ഉൽപ്പന്നം കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ ലെവലിനെ അത് നോർമലാക്കാൻ സഹായിക്കുന്നുണ്ട്, പാൻക്രിയാസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, മെറ്റാബോളിസത്തെ നോർമലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷനുകൾ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാൻ പോകുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷനുകളെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്സൂളിനകത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ജാമുൻ സീഡ് ആണ്. ജാമുൻ സീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാവൽ പഴം കണ്ടിട്ടുണ്ട്, ഞാവൽ പഴത്തിനകത്തുള്ള ഒരു കുരു ഉണ്ട്, അതാണ് ജാമുൻ സീഡ്സ് എന്ന് പറയുന്നത്. ഞാവൽ പഴക്കുരു ഇത് പാൻക്രിയാസിലെ ബീറ്റാ സെൽസിനെ ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഞാൻ പറഞ്ഞു നാച്ചുറലാണ്, ഹെർബുകളാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ്. പ്രകൃതിദത്തമായിട്ട് നമുക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനും മോചനം നേടാനും ഹെൽത്തി ആയിട്ട് ജീവിക്കാനും സാധ്യമാകുന്ന ഒരു ഉൽപ്പന്നമാണ്. ക്യാപ്സൂൾ ഫോമിലാണ് വരുന്നത്. 2 നേരം ഓരോ ക്യാപ്സൂൾ വിത്ത് ഫുഡിന്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് ഇൻടേക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മാറ്റം
വിത്തിൻ ഡേയ്സിൻ്റെ ഉള്ളിൽ അറിയാൻ കഴിയുന്നു. പതിയെ പതിയെ നമുക്ക് അലോപ്പതി മെഡിസിനുകളെയും അതുപോലെ തന്നെ രാസൌഷധങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. ഹെൽത്തി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കരയിലെ പൗഡറാണ്. കരയിലെ പൗഡർ എന്നുണ്ടെങ്കിൽ കൈപ്പയ്ക്ക, നമ്മൾ പറയാറുണ്ടല്ലോ കൈപ്പയ്ക്ക എന്ന് പറയുന്ന ഒരു ഘടകം. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയന്റ് അതില് ഈ പ്രമേഹത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു പിന്നെ സോഴ്സ് ഉണ്ട്. അതിനെ വേർതിരിച്ചെടുക്കുന്നു. പിന്നുള്ളത് ഗുഡ്മർ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ജിംനേംന സിൽവെസ്ട്ര എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ഗുഡ്മർ എന്ന് പറയുന്നത് ചക്രക്കൊല്ലിയാണ്. അത് ഇതിനകത്ത് ഉപയോഗപ്പെടുന്ന ഒരു ഹെർബാണത്. പിന്നെ മേഥി സീഡ്സ് എന്ന് പറയും. മേഥി സീഡ്സ് എന്ന് പറഞ്ഞാൽ ഉലുവ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആന്റി ഡയബറ്റിസ് ആണ്. പ്രമേഹത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബീറ്റാ സെൽസിനെ ആക്റ്റീവ് ആക്കാൻ കഴിയുന്ന, പാൻക്രിയാസിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ, അതിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഉലുവ എന്ന് പറയുന്നത്. മേത്തി സീഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഉലുവ ഇതിനകത്ത് ചേരുന്നുണ്ട്. പിന്നെ കറ്റാർവാഴ ചേരുന്നുണ്ട്. സുപരിചിതമാണ് കറ്റാർവാഴ, അലോവേര, അത് ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇതുകൂടാതെ കടുകരോഹിണി, കുടുക്കി പൗഡർ എന്ന് പറയും, കടുകരോഹിണി ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഒരു മൂലികയാണ് കടുകരോഹിണി, അത് ചേരുന്നുണ്ട്. പിന്നുള്ളത് ത്രിഫല എന്ന് പറയും. ത്രിഫല എന്ന് പറഞ്ഞാൽ കടുക്ക, താനിക്ക, നെല്ലിക്ക, ഇതാണ് ത്രിഫല. ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ത്രിഫല എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ഔഷധങ്ങളിലും ഈ കടുക്ക, താനിക്ക, നെല്ലിക്ക, ഈ ത്രിഫല ചേരാറുണ്ട്. ത്രിഫല നമുക്ക് ശരീരത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളെ അതിജീവിക്കാനും ഡൈജഷനെ പ്രോപ്പറാക്കാനും ഒരുപാട്, അതിന് നമുക്ക് ഇന്നതെന്ന് പറയാൻ കഴിയില്ല. ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ ത്രിഫല എന്ന് പറയുന്നത്. ത്രിഫലാദി ചൂർണ്ണം നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മെഡിസിനുകളാണ് ത്രിഫല. അപ്പൊ ഈ കടുക്ക, താനിക്ക, നെല്ലിക്ക എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ, ത്രിഫലയുടെ കോമ്പിനേഷനും ഇതിനകത്ത് ചേരുന്നുണ്ട്. പിന്നെ ചിറ്റാമൃത്, ഗുഡിച്ചി എന്ന് പറയുന്ന ചിറ്റാമൃത് എന്ന് പറയുന്ന ചിറ്റാമൃതിന്റെ ഒരു വള്ളിയാണത്, അത് ഇതിനകത്ത് ചേരുന്നുണ്ട്. പിന്നെ തഴുതാമ, പുനർദവ എന്ന് പറയും, തഴുതാമ ഇതിനകത്ത് ചേരുന്നുണ്ട്. തഴുതാമയ്ക്ക് വേറൊരു ഗുണമുണ്ട്, നമ്മുടെ കിഡ്നീനെ സപ്പോർട്ട് ചെയ്യാൻ ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെർബാണ് പുനർദവ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ തഴുതാമ എന്ന് പറയുന്നത്. പുനർദവ കിഡ്നി ഫംഗ്ഷനെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ശരീരത്തിൽ നീരുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ നീരുള്ള ശരീരത്തിലൊക്കെ നീരിനെ ഒഴിവാക്കാൻ, നീർക്കെട്ടില്ലാതെ പുനർദവാദി കഷായമൊക്കെ ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവ കാര്യങ്ങൾ കിഡ്നി ഫംഗ്ഷനൊക്കെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്ന മരുന്നുകളിലൊക്കെ ആയുർവേദം ഉപയോഗിക്കുന്നത് ഈ പുനർദവയാണ്, ഈ തഴുതാമയാണ്. അപ്പൊ ഇത് ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയന്റുകൾ അടങ്ങിയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്നത്. പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ലൈഡിലൂടെ തന്നെ കാണാം. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാനും കഴിയും എന്നുള്ളത് ഞാൻ ഉറപ്പു തരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സൂം മീറ്റിംഗിൽ നമ്മൾ ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്ന വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ ആവശ്യമുള്ള, നമ്മുടെ സമൂഹത്തിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒറ്റ ഉൽപ്പന്നം മാത്രം കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. അത്രത്തോളം സവിശേഷമായിട്ടുള്ള, ആവശ്യമുള്ള, അത്യാവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം. ഇതിന്റെ കൂടെ നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണം, അത് കോമൺ ആണ്, എല്ലാവരും അത് യൂസ് ചെയ്യണം. കൂട്ടത്തിൽ നമുക്ക് ഇതുപോലുള്ള സപ്ലിമെന്റുകൾ നമുക്ക് കൊടുക്കാം. ഓരോ ആഴ്ചയിൽ നമ്മൾ ഓരോ സപ്ലിമെന്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അവതരണം നമുക്ക് കണ്ടെത്താൻ കഴിയും, പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ സൺഡേ സൂമിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും സന്തോഷത്തോടും സമ്പൽ സമൃദ്ധിയോടും കൂടി ജീവിക്കാനുമുള്ള ഒരു അവസരം മണിരായ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിലൂടെ കിട്ടട്ടെ. അതിന് ഈ ഉൽപ്പന്നങ്ങൾ ഉപകരിക്കട്ടെ. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, ഇതിന്റെ പ്രചാരകരായി മാറുക. ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് ആവശ്യമുള്ള ഒട്ടനവധി ആളുകളുണ്ട്, അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. പല ആളുകളും പല അഭിപ്രായങ്ങളും പറയും, ചില ആളുകൾ നോ പറയും, ചില ആളുകൾ വേണ്ട പറയും, ചില ആളുകൾ തമാശയായിട്ട് കാണും, ചില ആളുകൾ പുച്ഛിക്കും, പരിഹസിക്കും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകതകളാണ് എന്നുള്ള മനസ്സിലാക്കുക. പക്ഷേ നന്മകൾക്ക്, നല്ലതുകൾക്ക് എപ്പോഴും സ്വീകാര്യത കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ഒരു നന്മയുടെ പാർട്ടായി, ഒരു ആരോഗ്യത്തിന്റെ പാർട്ടിൽ നിന്നുകൊണ്ട് ഒരു സേവനത്തിന്റെ മനോഭാവത്തോടു കൂടി നമ്മുടെ ഈ സമൂഹത്തെ സേവിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അസുലഭ സന്ദർഭമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് മണിരായ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മുഴുവനായിട്ടും
ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു നല്ല സന്ദേശം നമ്മുടെ സമൂഹത്തിന് കൊടുക്കാം. അതിന് ഇന്നത്തെ സൂം ഉപകരിക്കട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു.